പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഒക്ടോബർ മാസം 7-ാം തീയതി തിങ്കളാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടെ, ബലത്തോടെ, സൗഖ്യത്തോടെ, അതിലുമുപരിയായി വിശ്വസ്തയോടും കൃത്യനിഷ്ഠയോടും കൂടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ പൂർത്തീകരിപ്പാൻ ശക്തിയും ബലവും കൃപയും ഉയരത്തിൽ നിന്നും പകരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ദ ബുക്ക് ഓഫ് നഹൂം ചാപ്റ്റർ 1 വേഴ്സ് 7 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. നഹൂം പ്രവാചകൻ നിനവയ്ക്കു വേണ്ടിയുള്ള പ്രവചനമായിട്ട് ഈ ചെറിയ പ്രവചന പുസ്തകം അറിയപ്പെടുന്നു. ചെറിയ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായി ചുരുങ്ങിയ സമയത്ത് പ്രവചന ശുശ്രൂഷ നിർവഹിച്ച ധന്യനായ ഒരു ദൈവദാസൻ. 1-ാം അധ്യായം തുടക്ക വാക്യങ്ങൾ തന്നെ വളരെ കോപിഷ്ഠനായ, ദേഷ്യത്തിലുള്ള, ശിക്ഷിക്കുന്ന, ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെയാണ് നഹൂം പരിചയപ്പെടുത്തുന്നത്. ഈ ദൈവത്തിന്റെ കോപത്തിന്റെ മുമ്പിൽ ആർക്കും നിൽക്കുവാൻ കഴിയുകയില്ല. ദൈവം അതുപോലെ കോപിഷ്ഠനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ കോപിക്കുന്നത്? ദൈവം എന്തുകൊണ്ട് ഈ നിലയിൽ ഇടപെടുന്നു? അതിന്റെ കാരണവും നമുക്കറിയാം. ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും അകന്നുപോയി ദൈവഹിതത്തിന് വിപരീതമായി പ്രവർത്തിച്ചു, ജീവിച്ചു. ദൈവത്തിന് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ പറ്റാത്ത വിധത്തിൽ അന്യ ദൈവങ്ങളെ ആശ്രയിച്ചു, ആരാധിച്ചു. പ്രത്യേകാൽ ബിംബാരാധനയിൽ മുൻപിട്ട് നിന്നു. ഇവയൊക്കെ ദൈവം സ്നേഹമാകുന്നു എന്ന് കേട്ടും ശീലിച്ചും ദൈവം ദീർഘക്ഷമയുമുള്ള ദൈവമാണെന്ന് അനുഭവിച്ചും അറിഞ്ഞ ഇസ്രായേൽ ജനം വളരെ ക്രോധത്തോടെ ഇടപെടുന്ന ഒരു ദൈവത്തിന്റെ മുഖം ഉണ്ട് എന്ന് നഹൂം പ്രവാചകൻ വളരെ ശക്തമായി വിളിച്ചു പറയുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ദൈവം ഈ നിലയിൽ ഇടപെടുമെങ്കിലും തന്നിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുകയും അവർക്ക് അവൻ നല്ലവനും ശരണവും ആണെന്ന് പ്രവാചകൻ പറയുന്നുമുണ്ട്. അതാണ് 7-ാം വാക്യമായ ഇന്നത്തെ വാഗ്ദത്ത വചനം. പ്രിയ ദൈവജനമേ, ഈ വാക്യത്തിൽ കൂടെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? നമുക്ക് ചുറ്റും നിരവധി അനവധി സംഭവങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ കോപമോ ക്രോധമോ എന്തുമായിക്കൊള്ളട്ടെ ആവാം. അതിന്റെ കാര്യകാരണങ്ങളും വചനപ്രകാരം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ചുറ്റും ദൈവിക കോപം, ക്രോധം, ദേഷ്യം, ന്യായവിധി ഇവയൊക്കെ പല വിധങ്ങളിലായി നടകൊള്ളുന്നു. പക്ഷേ അതിനിടയിലും ദൈവത്തിൽ ശരണപ്പെടുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക്
സ്വർഗത്തിലെ ദൈവം നല്ലവനാണ്, അവരെ ദൈവം അറിയുന്നു. നാം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നോഹയുടെ കാലം അതുപോലെ വഷളത്വം നിറഞ്ഞ ഒരു കാലം അന്ത്യകാലത്തുണ്ടാകും എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അർത്ഥാൽ നോഹയുടെ കാലം ദൈവം തന്നെ ഖേദിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യത്തക്ക വിധത്തിൽ ഭീകരവും അതിസങ്കീർണവുമായിരുന്നു. എന്നാൽ അതിനിടയിൽ നീതിമാനായ നിഷ്കളങ്കനായ ദൈവഭക്തനായ നോഹയെ ദൈവം അറിഞ്ഞു. നോഹയ്ക്ക് തന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നതൊന്നും ദൈവത്തിൽ ശരണപ്പെടുന്നതിന് ഒരു തടസ്സം ആയിരുന്നില്ല. അതുകൊണ്ട് ദൈവം സമൂലം നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ നോഹയും ഭാര്യയും 3 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ 8 പേർ മാത്രം ജീവനോടെ ദൈവം ശേഷിപ്പിച്ചുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചുറ്റും ദൈവിക കോപത്തിന്റെ വിവിധ മുഖങ്ങൾ, ഭാവങ്ങൾ ഉണ്ടായാലും ഞാനും നിങ്ങളും ദൈവത്തിൽ ശരണപ്പെട്ടാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തെ സത്യസന്ധമായി വിളിച്ചാൽ നിശ്ചയമായും അവർക്ക് ദൈവം നല്ലവനാണ്. അവരെ ദൈവം അറിയുന്നു. അതുകൊണ്ട് ഈ തിങ്കളാഴ്ച രാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സഭയിലെ ആളുകൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മെ അറിയുന്നവരായിട്ടുള്ള ആരുമായിക്കൊള്ളട്ടെ, അവര് പറഞ്ഞേക്കാം, ഇവൾ എന്തൊരു മനുഷ്യരാ, ഇവര് ദൈവപൈതലാണോ? പല വിധങ്ങളിൽ നമ്മളെ കുറ്റം പറഞ്ഞേക്കാം. പല ശാപവാക്കുകൾ, പല അപവാദങ്ങൾ ഒക്കെ പറഞ്ഞേക്കാം. പക്ഷേ നാം എങ്ങനെയാണ് ദൈവത്തോട് ബന്ധം പുലർത്തുന്നത്? ദൈവമായിട്ടുള്ള ബന്ധം എത്രത്തോളം സുദൃഢമാണ് എന്നും ദൈവമാണ് അറിയുന്നത്. ഈ വ്യക്തികൾ ആരുമല്ല, ദൈവം അറിയുന്നു. ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ആരാണ്? നമുക്ക് ചുറ്റുമുള്ളവർ നമ്മെ വിരൽ ചൂണ്ടി പറഞ്ഞതാണോ സത്യം? അതിനപ്പുറത്ത് അവരറിയാത്ത എന്റെ ദൈവം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് എനിക്ക് നിങ്ങൾക്ക് ഉള്ളിൽ ഉറപ്പുണ്ട് എങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ആര് പറയുന്നത് കേട്ടും സങ്കടപ്പെടരുത്, മുഷിയരുത്, വിഷമിക്കരുത്. പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. വചനം പറയുന്നു, അഴുക്കാടുന്നവർ അഴുക്കാടും, നന്മ ചെയ്യുന്നവർ നന്മ ചെയ്യും. അതെ, ഒരു നാട്ടുചൊല്ലുണ്ടല്ലോ, പഠിച്ചതേ പാടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചുറ്റും നിന്ന് നമ്മെ ആളുകൾ എന്തും പറഞ്ഞുകൊള്ളട്ടെ, ഏത് നന്മ പ്രവൃത്തിയും ദുർവ്യാഖ്യാനം ചെയ്തു കൊള്ളട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ച്, നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച്, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച്, നമ്മുടെ ജോലിയെ കുറിച്ച്, നമ്മുടെ എന്തിനെ കുറിച്ചും എന്തും പറയട്ടെ, പ്രവർത്തിക്കട്ടെ. എന്നാൽ എന്നെ അറിയുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. ആ ദൈവം എനിക്ക് നല്ലവനാണ്. ഒരു കാര്യം കൂടെ ഓർക്കണം, നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മൾ നല്ലവനാണ്, നല്ലവളാണ് എന്ന് മനുഷ്യര് കേക്കെ ഉയർത്തി പറഞ്ഞതുകൊണ്ട് ഒരു ഗുണവുമില്ല. അവർ നമ്മളെങ്ങോട്ട് മാറുമ്പോൾ നമ്മളെ പുകഴ്ത്തി പറഞ്ഞ അതേ നാവ് കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത, നട്ടാൽ കുരുക്കാത്ത ഇകഴ്ത്തലും പരദൂഷണവും ചെയ്യും.
എന്നാൽ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും ചില കാര്യങ്ങളിൽ മാനസിക വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ടാകാം. എന്നാലും എന്നോട് അവർ ഇങ്ങനെ ചെയ്തല്ലോ, എന്റെ കുഞ്ഞിനെ കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞല്ലോ, എന്റെ ഭർത്താവിനോട് അവർ അങ്ങനെ സംസാരിച്ചല്ലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ വ്യക്തി എന്റെ കുടുംബത്തോട് എന്നോട് ഈ നിലയിൽ പെരുമാറുമെന്ന്. മനോവിഷമമുണ്ടോ പ്രിയമുള്ളവരെ? ലോക മനുഷ്യർ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അത് കണ്ട് തളരരുത്, പതറരുത്. എന്നെയും നിങ്ങളെയും ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ നല്ലവൻ തന്നെയാണ്. നിശ്ചയമായും എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ദൈവം നല്ലവനാണ്. എല്ലായ്പ്പോഴും എല്ലാവർക്കും എപ്പോഴും നല്ലവൻ തന്നെയാണ്. ആ നല്ലവൻ ഇന്ന് നിങ്ങളെ അനുഗ്രഹിപ്പാൻ മതിയായവനാ. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ഏറ്റെടുക്കുവാൻ മതിയായവനാ. നിങ്ങളെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വേദനകളെ തമ്പുരാൻ ഏറ്റെടുക്കട്ടെ. ഈ ആഴ്ച ചില കാര്യങ്ങൾ നടക്കേണ്ടതുണ്ടായിരിക്കാം. അത് സാമ്പത്തിക കാര്യങ്ങളിലായിരിക്കാം, ജോലി കാര്യങ്ങളിലായിരിക്കാം, വിസ സംബന്ധിച്ച കാര്യങ്ങളിലായിരിക്കാം, ചില നിയമകാര്യങ്ങളായിരിക്കാം, ബാങ്കിങ് ഇടപാടുകളായിരിക്കാം. അതുമല്ല എങ്കിൽ ചില ആരോഗ്യ പ്രയാസങ്ങളിൽ നിങ്ങൾ നേരിടുന്ന ചില ചെക്കപ്പുകളോ ഓപ്പറേഷൻസോ മറ്റെന്തുമായിക്കൊള്ളട്ടെ. സഹോദരങ്ങളെ, തളരരുത്, ഭാരപ്പെടരുത്. നമ്മുടെ ദൈവം നല്ലവനാ. തന്നിൽ ആശ്രയിക്കുന്നവരെ കരുതുന്ന, അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് നഹൂം പ്രവാചകൻ നിനവയോട് ദൈവത്തിന്റെ ശബ്ദം, ദൂത്, പ്രവചനം ഒട്ടും മറച്ചു വെക്കാതെ ശക്തമായി പറയുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പ്രശസ്തമാണ്. അതെ, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക. അത്ര ശക്തമായ ദൂത്, ദൈവത്തിന്റെ പ്രതികൂലത്തിന്റെ വലിയ കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കും എന്ന് പറയുമ്പോഴും അതിനിടയിൽ ഇന്നത്തെ വാഗ്ദത്ത വചനമായ 1-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, ഓ, തന്നെ ആശ്രയിക്കുന്നവർക്ക് അവൻ നല്ലവനാണ്. അവരെ അറിയുന്ന ഒരു ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന എല്ലാവരെയും യഥാർത്ഥമായി അറിയട്ടെ. നിങ്ങളുടെ ഉള്ളിനെ അറിയട്ടെ, വേദന അറിയട്ടെ, ഭാരം അറിയട്ടെ, പ്രാർത്ഥനാ വിഷയം അറിയട്ടെ. അങ്ങനെ നിങ്ങളെ അറിഞ്ഞ് നിങ്ങളെ നന്മയിലേക്ക് നടത്തട്ടെ. അതെ, ഈ ദിനം, ഈ പുതിയ ആഴ്ചവട്ടം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ. എല്ലാ നന്മകളും ഉയരത്തിൽ നിന്ന് സർവശക്തനായ ദൈവം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. അതിനായി വചനം പറഞ്ഞതുപോലെ കർത്താവിൽ മാത്രം ആശ്രയിച്ച്, കർത്താവിൽ ശരണപ്പെട്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. അതിനായി നമ്മെ തന്നെ സമ്പൂർണമായി വിട്ടുകൊടുക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഒക്ടോബർ മാസത്തിന്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ഓരോ ദിനവും അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. നഹൂം പ്രവാചകനിലൂടെ നിനവയോടുള്ള ശക്തമായ ന്യായവിധിയുടെ ദൂത് പറഞ്ഞപ്പോഴും തന്നിൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ഒരു ദൈവം, കരുതുന്ന ഒരു ദൈവമുണ്ടേ എന്നും ജനത്തോട് പറഞ്ഞ വലിയ സദ്വാർത്ത ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ചുറ്റുപാടുകൾ എന്തു പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും, ഏത് രീതിയിലായിരുന്നാലും, ഞങ്ങൾ എന്തെല്ലാം വന്നാലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കണമെന്നും ദൈവത്തിൽ മാത്രം ശരണപ്പെടണമെന്നും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അങ്ങിൽ നിന്നും ഒരിക്കലും മാറിപ്പോകുവാൻ ഇടയാകല്ലേ. അവിടുന്ന് ഞങ്ങളെ അറിയുന്ന ദൈവമാണ്, ഞങ്ങളെ കരുതുന്ന ദൈവമാണെന്ന്
ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആ വലിയ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഇന്നത്തെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിനം, ഈ പുതിയ ആഴ്ച അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും നന്മയുടെയും ദിനമായി കൃപയോടെ ഞങ്ങളെ പരിപാലിച്ച് നടത്തണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, ആരെല്ലാം ഏതെല്ലാം വിധങ്ങളിൽ നമ്മെ വേട്ടയാടിയാലും, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, കർത്താവിൽ മാത്രം ശരണപ്പെടുക. കർത്താവ് എന്നെയും നിങ്ങളെയും അറിയുന്നു. നിശ്ചയമായും തമ്പുരാൻ നമുക്ക് വേണ്ടി പുതുവഴി തുറക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിനം ദൈവം നമ്മളെ അറിയുന്ന ഒരു ദിനമായി തീരട്ടെ. ആ അറിവിൽ കൂടെ മാത്രമേ എനിക്കും നിങ്ങൾക്കും വിടുതലും അനുഗ്രഹവും ഉള്ളൂ. അങ്ങനെ വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് ഒരു സന്തോഷകരമായ ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇന്നത്തെ ദിനം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.